സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ഠാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാചാ രമണചരണതീർത്ഥാൻ ദേശികാന്താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാദാത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വദാമജ്ജദാ വാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. പരമേശ്വരൻ്റെ സാരോപദേശം ആണ് ഈ ഉപദേശസാരം. ഈ സാരം സംസാരത്തിന് വലിയൊരു മരുന്നാണ്. സംസാരത്തിൽ നമ്മുടെ സ്വാമി പറയും, ദർ ഈസ് സം സാരം, കുറച്ച് സാരം. ഒരു ഇംഗ്ലീഷിൽ സം എന്നെടുത്ത സാരം, ദർ ഈസ് ഫ്യൂ, കുറച്ച്. ധാരാളം കയ്പിൻ്റെ ഇടയിൽ ഒരു സ്പൂൺ ഷുഗർ തരണത് പോലെ ഒരുപാട് ദുഃഖത്തിൻ്റെ ഇടയിൽ അല്പ അല്പ സുഖം അവിടെ എവിടേക്കോ വച്ചിരിക്കുന്നു. ആ അല്പമായിട്ട് കിട്ടുന്ന സുഖത്തെയാണ് നമ്മൾ എവിടെ എവിടെ എന്ന് പറഞ്ഞ് തേടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ തേടും? നമ്മൾ എന്തൊക്കെയോ ചെയ്ത് അതിനെ നേടാൻ നോക്കും. എന്ന് വെച്ചാൽ വിഷമാണ് ചെയ്യണത്, ചെയ്ത്തിലൂടെ ചെറിയൊരു സുഖം കിട്ടും. അപ്പോൾ ഞാൻ ചെയ്താൽ, ഇതിനേക്കാളും പെർഫെക്റ്റ്ലി ഞാൻ കർമ്മം ചെയ്താൽ എനിക്ക് ഉത്തമമായിട്ടുള്ള ഫലം ഉണ്ടാവും, ഉത്തമമായിട്ടുള്ള സുഖം കിട്ടും, ഞാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സുഖഘനാമൃതം കിട്ടും എന്ന് വിചാരിക്കുന്നു. പക്ഷെ എത്ര കഷ്ടപ്പെട്ടാലും സുഖം നമുക്ക് അല്പനേരമേ ലാസ്റ്റ് ചെയ്യണുള്ളൂ. ആഗമാപായനാനിത്യാഹ, അത് വന്നും പോയിക്കൊണ്ടേയിരിക്കണം. സുഖം ഒരു സൈഡിൽ, ദുഃഖം ഒരു സൈഡിൽ, പെൻഡുലം വൺ സൈഡ് ടു വൺ സൈഡ് ഓക്സിലേറ്റ് ചെയ്യണത് പോലെ. ഓക്സിലേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങടേക്ക് പോവുക, അങ്ങടേക്ക് വരിക, ഇങ്ങടേക്ക് വരിക. ഇറ്റ് വിൽ നോട്ട് സ്റ്റേ അറ്റ് എനി പീക്ക്. ദുഃഖത്തിൻ്റെ പീക്കിലും അത് നിൽക്കില്ല, സുഖത്തിൻ്റെ പീക്കിലും അത് നിൽക്കില്ല. എവിടെയാ അത് നിൽക്കണത് എന്ന് വെച്ചാൽ വി വിൽ ഗെറ്റ് സെൻറ്റേർഡ് ആവുമ്പോൾ, സെൻറ്ററിൽ, സമസ്ഥിതിയിൽ. ആ സമസ്ഥിതിയിലോ നമുക്ക് ദുഃഖവുമില്ല, സുഖവുമില്ല, പക്ഷെ ശാന്തം. അപ്പോൾ ഒരു ജീവന് ശാന്തിയാണ് ആവശ്യം. ശാന്തിയെയാണ് അവൻ തേടിക്കൊണ്ടിരിക്കുന്നത്. സുഖം വരുമ്പോൾ മനസ്സ് ശാന്തമാവണം. സുഖത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആരും ദുഃഖത്തിനെ ആഗ്രഹിക്കണതേ ഇല്ല, സുഖത്തെ ആഗ്രഹിക്കണു. എന്താ? സുഖം വരുമ്പോൾ ശാന്തമാവണു, വിശ്രാന്തി വരണു. ദുഃഖം വരുമ്പോൾ മനസ്സ് വിക്ഷേപമായിരിക്കണം. സുഖം വരുമ്പോൾ അല്പ തൃപ്തി വരണുണ്ട്, പക്ഷെ ആ തൃപ്തിയോ നിത്യനിരന്തരമായിട്ടിരിക്കണില്ല. വീണ്ടും സുഖം തേടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിലുപരി സുഖം, ഇതിലുപരി സുഖം, ഇതിലുപരി സുഖം. അപ്പൊ സുഖം കർമ്മം ചെയ്തുകൊണ്ട് കിട്ടില്ല. എന്നാൽ നമുക്കൊട്ട് കർമ്മം ചെയ്യാതിരിക്കാനും സാധ്യമല്ല.
അപ്പൊ എങ്ങനെയുള്ള കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ ഇവിടെ ഉപദേശിച്ചു. ഈശ്വരാർപ്പിതമായിട്ട് കർമ്മം ചെയ്യണം എന്ന് ഉപദേശിച്ചു. ന ഇച്ഛയാകൃതം, എൻ്റെ ഇച്ഛപ്രകാരം ഞാനൊരു കർമ്മം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക, സഞ്ചയിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ സഞ്ചയിപ്പിക്കണ ഓരോ തോട്ട്സുമാണ് നാളത്തെ ജന്മമായി മാറണത്, പ്രാരബ്ധമായി മാറണത്, പ്രകർഷേണ ആരബ്ധമായത്, ആരംഭിച്ചത്. അതിന് വേറെ ഒരു ആൾ അമ്പ് ചെയ്തു വെച്ചോളാം. ഏതോ ഒരു വസ്തുവിനെ ലക്ഷ്യം വെച്ചു, പക്ഷേ ആ അമ്പ് പോയി തറച്ചത് വേറെ ഏതിലോ. ഈ അമ്പ് പോണ സമയത്ത് അമ്പ് അതിൽ പോകരുത് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റില്ല. നമ്മൾ വിട്ടുപോയി, വിട്ട അമ്പാണ്, അത് പോയി തറയ്ക്കും ഒരു ലക്ഷ്യത്തിൽ. അതുപോലെയാണ് ഈ പ്രാരാബ്ധം. നമ്മൾ വിട്ട് കഴിഞ്ഞിട്ട് അയ്യോ ഇത് ഞാൻ അവിടേക്കല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇത് പോയി തറയ്ക്കും, അവിടെ തന്നെ തറയ്ക്കും. അപ്പൊ പ്രാരാബ്ധത്തിൽ നിന്നും ഒരു ജീവന് രക്ഷയില്ല. പക്ഷേ അവന്റെ സ്വരൂപത്തെ അറിഞ്ഞാൽ പ്രാരാബ്ധം അതിൻ്റെ പണി ചെയ്യും. ഞാൻ എൻ്റെ നിജ സ്വരൂപത്തെ അറിഞ്ഞാൽ അമൃതമായിരിക്കും. അതിനാണ് ചിത്തശോധകം. വിട്ടുകഴിഞ്ഞു, ഇനി അതിനെ ഓർത്ത് നീ ദുഃഖിക്കരുത്. അപ്പോഴാണ് ചിത്തം ശുദ്ധമാവണത്. ചിത്തം ശുദ്ധിയായാൽ മുക്തിക്ക് കാരണമായി. എങ്ങനെ ചിത്തം ശുദ്ധിയായി നമ്മൾ അറിയും? ഈ വേദാന്ത ശാസ്ത്രവും ഉപദേശസാരവും ഒക്കെ പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങും. ചിത്തം ശുദ്ധി ആയില്ലെങ്കിൽ വി ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പൊ പതുക്കെ പതുക്കെ നമുക്ക് ചിത്തം ശുദ്ധിയാവണം. ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ച അസ്യ കർമാണി തസ്മിൻ ദൃഷ്ട്വേ പരാവരേ. എപ്പോ സത്യത്തിലേക്ക് നമ്മൾ അടുത്തടുത്ത് വരണോ, സത്യദർശനത്തിലേക്ക് നമ്മൾ അടുത്തടുത്ത് വരണോ, അപ്പോൾ തന്നെ നമ്മളെ സംശയമെല്ലാം ദൂരീകരിക്കും. ആ ഹൃദയഗ്രന്ഥി പതുക്കെ പതുക്കെ ഓപ്പൺ ആവുമ്പോൾ സംശയം പതുക്കെ പതുക്കെ ദൂരേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ക്ഷീയന്തേ ച അസ്യ കർമാണി, എല്ലാ കർമ്മവും പോവും. അകർമ്മമായി നമ്മൾ, കർമ്മമേ ഇല്ലാത്തത്, നിർവികാരം എന്ന് വെച്ചാൽ മനസ്സ് അവിടെ നിശ്ചലമായിരിക്കണമെന്ന് അർത്ഥം. തിരുവണ്ണാമലയില് ശേഷാദ്രി സ്വാമികൾ എന്ന് പറഞ്ഞ ഒരു അവധൂതൻ, അദ്ദേഹം ആരെ കണ്ടാലും ഹി വിൽ റീഡ് ഹിസ് മൈൻഡ് വായിക്കും. മെന്റലിസ്റ്റിനെ പോലെ മൈൻഡിൽ എന്താ ഉള്ളതെന്നൊക്കെ അറിയും. അപ്പൊ ഫ്രൂട്ട്സ് ആപ്പിളൊക്കെ ആയിട്ട് പോയാൽ അപ്പൊ തന്നെ പറയും നിന്റെ മനസ്സിൽ എന്താണെന്ന് പറയും. അപ്പൊ ഇദ്ദേഹം പലർക്കും ഇങ്ങോട്ട് പോകാൻ തന്നെ പേടിയാണ്. അപ്പൊ ഒരു നാള് ശേഷാദ്രി സ്വാമി അരുണാചലത്തിലെ മലയിലെ മേലെ രമണ മഹർഷിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ താടി കൈവച്ചിരിക്കുന്ന ഒരു സ്ഥിരം പോസ്ചർ ഉണ്ട്. തിരുവണ്ണാമല പോയി ശേഷാദ്രി ആശ്രമത്തിലൊക്കെ പോയവർക്ക് കാണാം, താടിയിൽ കൈവച്ച ഒരു സ്ഥിരം പോസ്ചർ ഉണ്ട്. ഇങ്ങനെ ഇരുന്ന് മഹർഷിയെ കുറച്ചു നേരം നോക്കിയിട്ട് സ്വന്തം തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ഇത് എന്നെ നിനക്കിരുന്നേ പൊരിയലേ, ഇതെന്തു വിചാരിക്കണമെന്ന് കൂടെ അറിയണില്ലല്ലോ. കാരണം അവിടെ മനസ്സില്ല, മനസ്സിന്റെ നിശ്ചലാവസ്ഥ. ആ മനസ്സിന്റെ നിശ്ചലാവസ്ഥയാണ് അവിടെ സംശയമില്ലാതിരിക്കുന്നത്, കർമ്മമില്ലാതിരിക്കുന്നത്. കർമ്മത്തിനെ പ്രേരിതമാവണത് മനസ്സാണ്. പക്ഷേ മനുഷ്യജന്മത്തില് നമുക്ക് ചിത്തം ശുദ്ധി ആവണത് വരെ കർമ്മം വേണം. എങ്ങനെയുള്ള കർമ്മം വേണം? ഈശ്വരാർപ്പിതമായിട്ടുള്ള കർമ്മം വേണം. അപ്പോൾ എങ്ങനെയാ അത് നമ്മൾ ചെയ്യേണ്ടത്? സദ്ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളുക ഈ വിധി. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. വീണ്ടും 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 ചോദിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത് പോവുക. ഭൂരിഭാഗം ഗുരുക്കന്മാരും ഒന്നും ആദ്യമേ തൊട്ടടുത്ത് വിളിച്ചിരുത്തി അദ്വൈതജ്ഞാനമൊന്നും ഉപദേശിക്കില്ല. അപ്പൊ ആചാര്യസ്ഥാനത്തിൽ ഇരിക്കണവരൊക്കെ ഉപദേശിക്കണു. എങ്ങനെ? ഒരു പൊതുവേദിയിൽ ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് വഴികാട്ടണം.
ഇതല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യത്തിനെ തുറന്നു കാണിക്കണം, ഒരു മാപ്പ് കാണിക്കുന്നത് പോലെ. പക്ഷെ ഒരു സദ്ഗുരു എപ്പോഴും ചിത്തം ശുദ്ധമാവാനുള്ള വഴിയെ കൊടുക്കണം ഫസ്റ്റ്. ഇപ്പൊ ഉപനിഷത്തുക്കൾ തന്നെ എടുത്താൽ, ആപ്യായന്തു മമാംഗാനി വാക് പ്രാണചക്ഷു ശ്രോത്രമധോബലം ഇന്ദ്രിയാണി ച സർവാണി. എല്ലാ ഇന്ദ്രിയങ്ങളും ബലവത്തായിട്ടിരിക്കട്ടെ. വാക്ക്, മനസ്സ്, ബുദ്ധി എല്ലാം നല്ല ശുദ്ധമായിരിക്കട്ടെ, ശക്തത്തോടെ ഇരിക്കട്ടെ, ബലമായിട്ടിരിക്കട്ടെ. എന്താ ബലം എന്ന വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരിക്കല്. ശുദ്ധമായിരിക്കണതിനെയാണ് ബലം എന്ന് പറയണത്. അല്ലാതെ പോഷണമായിട്ടിരിക്കണം അതൊന്നുമല്ല അല്ലേ. ഇപ്പൊ നല്ല തെളിഞ്ഞിരിക്കുമ്പോൾ ശുദ്ധമാണെന്ന് പറയണം നമ്മൾ. എന്താ, നല്ല ബലവത്തായിട്ടിരിക്കണം. കുറച്ച് കഴിഞ്ഞാൽ അത് കലങ്ങി കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധം തോന്നണില്ല, അത് ബലം കുറഞ്ഞിരിക്കണം. എന്താ, ഒരു ജലത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബലം ശുദ്ധമാണ്. അതുപോലെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ ബലം എന്താന്ന് വെച്ചാൽ ശുദ്ധാവസ്ഥ. ഇതൊക്കെ ശുദ്ധമായിരിക്കണം, അപ്പോഴാ ബലമാവണത് അല്ലേ. അല്ലാതെ ഇപ്പൊ നല്ല യങ് ഏജിൽ കൂടെയും സത്സംഗമൊക്കെ അടുത്തിരുന്ന് കേട്ടാൽ അവർ കേൾക്കണേയില്ല, വേറെന്തോ ചിന്തിച്ചുകൊണ്ടേയിരിക്കണു അല്ലെ. പല തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കണു. എവിടെയോ മനസ്സിട്ടിട്ട് വീട്ടിൽ കുക്കർ ഓഫ് ചെയ്തോ, വീട് അടച്ചോ, ഇനി പൈസ കിട്ടോ, ചിട്ടി വീഴുവോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണു അല്ലേ. അപ്പൊ അവർക്കെന്താ, കാതിനൊക്കെ ബലമില്ലാത്തതുകൊണ്ടാണോ? കാതിന് അത് കേൾക്കാൻ ശുദ്ധമായിട്ടില്ല, ഉള്ളിൽ ശുദ്ധമായിട്ടില്ല. അപ്പൊ ഉള്ളു ശുദ്ധമാവണ വഴിയെ ഭൂരിഭാഗം ഗുരുക്കന്മാരും ഉപദേശിക്കുള്ളൂ. ആ ഉപദേശമാണ് ഇവിടെ മഹർഷി പറയണത്. കായ വാക് മനഃ, കായ വാക്ക് മനഃ കാര്യമുത്തമം പൂജനം ജപഃ ചിന്തനം ക്രമാത്. കായ വാങ്മന കാര്യമുത്തമം പൂജനം ജപസ് ചിന്തനം ക്രമാത്. ദേഹം, വാക്ക്, മനസ്സ്, കായ എന്ന് വെച്ചാൽ തമിഴില് കായം എന്ന് പറഞ്ഞാൽ മുറിവ് എന്നർത്ഥം. ദേഹത്തിന് മുറിവ് എന്നൊരർത്ഥം. വ്രണം എന്ന് സംസ്കൃതത്തിൽ പറയും. എന്താ വ്രണം വന്നാൽ എന്താ, ഒരു സഫറിങ് ആണ് അല്ലേ. നമ്മുടെ ശരീരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വ്രണം വന്നു നമ്മൾ പറയണം. ശരീരമേ ഒരു വ്രണം. ഒരാൾ രമണ മഹർഷിയുടെ അടുത്ത് തന്നെ പറഞ്ഞു, ചില ഗ്രന്ഥങ്ങളിലൊക്കെ യോഗികൾ ഒക്കെ പല ഔഷധ കൂട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട്, യുക്തമായിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട്, ചില പ്രാണായാമ ക്രിയകളൊക്കെ ചെയ്തിട്ട് രോഗമേ വരാതിരിക്കണു, എത്രയോ കാലം ജീവിക്കണു എന്നൊക്കെ കേൾക്കണല്ലോ ഭഗവാനെ. അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പൊതുവിലെ ഭഗവാന്റെ ഒരു ക്യാരക്ടർ ഒന്നിനെയും ഇതല്ല ഇതാണെന്ന് പറയില്ല. ഭഗവാൻ പറഞ്ഞു, ആമാ അതെ അതെ, இந்த உடம்பே ஒரு வியாதி போய், ഈ ശരീരമേ ഒരു വ്യാധി, ഒരു വ്രണം. இந்த உடம்புக்கு வியாதி வந்துன்னு சொல்லணும்னா വ്യാധിക്ക് വ്യാധി വന്നെന്ന് ചൊല്ലണം. ഈ ശരീരത്തിന് വ്യാധി വന്നു എന്ന് പറയണമെങ്കിൽ വ്യാധിക്ക് വ്യാധി വന്നു എന്ന് പറയണം അത്രേ. എന്ന് വെച്ചാൽ ശരീരമേ ഒരു വ്യാധിയാണ്. അത് ഒരു കാലത്ത് നമ്മളെ ഇട്ടിട്ട് പോണ സാധനമാണ്. അത് ഉള്ളതുപോലെ കാണണു, ഒരു ജലത്തിൽ കുമിള പോലെ കാണണു. കുറച്ചു നേരം പൊങ്ങിയിരിക്കണു, അഭിമാനിക്കണു, അഹങ്കാരിക്കണു, കുറച്ച് കഴിഞ്ഞ് പൊട്ടണു. അപ്പൊ കായ, വാക്കെന്ന് പറഞ്ഞ പ്രാണൻ എന്ന് തന്നെ അർത്ഥം. ഇപ്പൊ ഉപനിഷത്തിലൊക്കെ വാക്കെന്ന് പറഞ്ഞാൽ അത് പ്രാണൻ എന്ന് അർത്ഥം എടുക്കണം. വാക്കു മുതലായത് വരണത് ഏതിലാണ്? പ്രാണനിലാണ്. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി, ഇതെല്ലാം പ്രാണനാണ്. പരാ ആണ് പ്രാണന്റെ ശ്രോതസ്. അതിനെയാണ് ആത്മ എന്ന് പറയണത്. മൗനം.
അതിൽ നിന്നും ഉദ്ഭവിച്ചത് ചിതഗ്നികുണ്ഠ സംഭൂത ശബ്ദബ്രഹ്മം നമ്മൾ പറയണു. ഗിരാമാഹുർദേവീ, ഗീഹി എന്ന് പറഞ്ഞാൽ വാക്ക്, സരസ്വതി എന്നൊക്കെ അർത്ഥം. വാക്ക് ശബ്ദബ്രഹ്മം എന്നർത്ഥം. അതിൽ നിന്നും ഉദ്ഭവിച്ചു കഴിഞ്ഞു. പശ്യന്തി, അതിന് മധ്യമം ഏതാ? മനസ്സ്. ആ മനസ്സ് ഫിൽട്ടർ ചെയ്ത് ഇത് പറഞ്ഞാൽ ശരിയില്ല, ഇത് പറഞ്ഞാൽ ശരിയാണ് എന്നൊക്കെ ഫിൽട്ടർ ചെയ്തിൽ വെളിയിൽ വരണതാണ് ഈ വാക്ക്. എത്രമാത്രം ഉള്ളിൽ സംസ്കരിച്ചാണ് ഈ വാക്ക് വെളിയിൽ വരണത്. സംസ്കരിച്ചാണ് വാക്ക് രൂപപ്പെടുന്നത് വെളിയിൽ. എങ്ങനെ? വെളിയിൽ നമ്മൾ കേൾക്കണത് വൈഖരി ശബ്ദമായിട്ട്. ഈ സത്സംഗം ഒക്കെ എന്തു പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഗുണം വരും അല്ലേ? എത്രയോ ഉപദേശിച്ചു ദക്ഷിണാമൂർത്തി. അവസാനം മൗനത്തിലിരുന്നപ്പോ മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം. എത്രയൊക്കെ ഉപദേശിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ന തത്ര വാഗ്ഗച്ഛതി ന മനോ വിദ്മോ ന വിജാനീമോ. അവിടെ മനസ്സെത്തില്ല, അവിടെ വാക്കെത്തില്ല. വാക്കുകൊണ്ട് നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ തിരുവണ്ണാമലയിലൊക്കെ പോയാൽ 7 days ഒരു കോഴ്സ്, ഇതിലൂടെ എൻലൈറ്റ്മെന്റ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കണ കണ്ടിട്ടുണ്ട് നമ്മൾ. ഒരു 7 ദിവസം കോഴ്സ്, 7 ദിവസം അവരുടെ സ്പീച്ച് കേട്ടാൽ എൻലൈറ്റഡ് ആവും. ഫ്രീ കോഴ്സ് എന്ന് ഇട്ടിട്ടുണ്ട്. പക്ഷെ മുകളിൽ ഒരു സ്കാനിങ് ഇതും കൂടെ കാണും, പൈസ ഇടാൻ വേണ്ടിയിട്ട്. ഇടണവർക്ക് ഇടാലോ അല്ലേ? അപ്പൊ വാക്കുകൊണ്ട് ഇത് പ്രകാശിക്കപ്പെടില്ല. അത് വാക്ക്, കായ വാക് മനഃ, മനസ്സ് അല്ലേ? വലിയൊരു കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസ് ആണത്. ഈ മനസ്സ് പറയണ, നമ്മുടെ സ്വാമി പറയും, ഈ മനസ്സ് പറയണതിനെ കുറച്ചു നേരം ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഒരു ദിവസം ഫുള്ള് ഈ മനസ്സ് എന്താ ഉള്ളിൽ പറയണത് എന്ന് റെക്കോർഡ് ചെയ്തിട്ട് അടുത്ത ദിവസം ഒന്ന് ഇട്ട് കേൾപ്പിച്ചാൽ ആരെയും വിളിക്കാതെ നമ്മൾ തന്നെ നടന്ന് മെൻ്റൽ ഹോസ്പിറ്റലിൽ പോകും. അത്രയും നമ്മൾ തന്നെ നടന്ന് മെൻ്റൽ ഹോസ്പിറ്റലിലോട്ട് പോകും. ചിലപ്പോൾ ഡോക്ടർ പറയും നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഒരാളെ കാണണമെന്ന്, ചിലപ്പോൾ ഡോക്ടറും വരും ചിലപ്പോൾ ഇത് കേട്ടിട്ട്. അപ്പൊ ഈ മനസ്സ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മം. ഉത്തമം എന്ന വാക്കിന് ഈശ്വരൻ എന്ന് തന്നെ അർത്ഥം. ഭഗവാനിലെ ഏതൊരു കർമ്മമാണോ അർപ്പിച്ച് ചെയ്യണത് ആ കർമ്മമാണ് ഉത്തമം. ഇപ്പോ പ്രഭാനന്ദ സ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്നു. ഒരു 2 വർഷക്കാലമേ തിരുവനന്തപുരത്തുകാർക്ക് കിട്ടിയിട്ടുള്ളൂ. അവിടെ പല പല ആൾക്കാർ, ബാലകൃഷ്ണൻ നായർ സാർ ഉണ്ടായിരുന്നു, പല ആൾക്കാരും. ഇപ്പോ യേശുദാസ് ഒക്കെ വന്നിരുന്നു എന്നൊക്കെ ഇപ്പൊ ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ഈ ഇടയ്ക്ക് അവർ പറഞ്ഞു യേശുദാസ് വന്നിരുന്നു, പല ജ്ഞാനികളൊക്കെ വന്നിരുന്നു അവിടേക്ക്. അദ്ദേഹം പറയണ ഒരേ ഒരു ഉപദേശം, പ്രഥമം പ്രതിമാപൂജ. ഫസ്റ്റ്ലി വി ഹാവ് ടു ഡു പെർഫോം പൂജ, പ്രതിമാ പൂജ, ഒരു രൂപത്തിൽ പൂജിക്കാം. മധ്യമം നാമസങ്കീർത്തനം, 2 നാമസങ്കീർത്തനം ചെയ്തോളാം. ഉത്തമം മാനസീ പൂജ, മനസ്സിൽ ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് അർപ്പണമനോഭാവത്തോടു കൂടി ആര് ചെയ്യണോ അതാണ് ഉത്തമം. മനസ്സിന്റെ യോഗാവസ്ഥ ഭഗവാനിലേക്ക് കൊടുക്കൽ, ഇതിനാണ് ഉത്തമം എന്ന് പറയുന്നത്. ഉത്തമം മാനസീ പൂജ, സോഹം പൂജ ഉത്തമോത്തമം. ഞാൻ ആരെന്ന് അറിഞ്ഞിരിക്കുന്നത് ഉത്തമത്തിൽ ഉത്തമൻ, അതായത് ഈശ്വരനും ഈശ്വരൻ, ദേവദേവൻ, സർവദേവൻ, മഹാദേവൻ പറയണില്ലേ? അപ്പൊ മനസ്സിലെ അർപ്പണത്തോടു കൂടി ചെയ്ത് അവൻ ദേവനായി. മനസ്സ് അർപ്പണത്തോടെ ചെയ്ത് അവന്റെ സ്വരൂപത്തെ അറിഞ്ഞ് നിത്യം പൂജ സമാധിയിലിരിക്കണവൻ ആരോ അവൻ സർവദേവനായി, സർവേശ്വരനായി.
അപ്പോൾ ഉത്തമം എന്ന വാക്കിന് ഈശ്വരൻ എന്ന് തന്നെ അർത്ഥം. ഈ ശ്ലോകം ഡീപ്പ് വിചാരത്തിൽ വയ്ക്കേണ്ടതാണ്. നമുക്ക് തുടർന്ന് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.